പ്രിയമുള്ളവരെ, 38 വർഷം ബെസൈദ കുളക്കടവിൽ തളർന്നു കടന്ന രോഗിയുടെ അടുത്തേക്ക് യേശു കടന്നു വന്ന് അത്ഭുതകരമായ ഒരു സൗഖ്യം നൽകി അനുഗ്രഹിച്ചു. അപ്പോൾ നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ വളരെ ശക്തമായിട്ട് ഇടപെടുന്നൊരു ദൈവമാണ് ആര്? യേശു ക്രിസ്തു. ഹല്ലേലൂയ. പലതരത്തിന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഈ സമയങ്ങളിൽ തൻ്റെ വ്യക്തി ജീവിതത്തിൽ ഇടപെട്ട യേശുവിനെ കുറിച്ചുള്ള ഒരു വ്യക്തിപരമായ അനുഭവമാണ് നമ്മൾ ശ്രവിക്കുന്നത്. ഷൈജ ഷാജി എന്ന സഹോദരി ആലപ്പുഴ ജില്ലയിലെ ആലപ്പുഴ ഡയസിൽപ്പെട്ട മനാശ്ശേരി ഇടവകാംഗമാണ്. തൻ്റെ ജീവിതത്തിൽ യേശുവിനെ കണ്ടുമുട്ടി യേശു അനുഭവം നിറഞ്ഞ് ഇന്ന് അനേക വേദികളിൽ ഈശോയെ ഈ മകൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുക. നമുക്ക് ഈ സഹോദരിയോട് ചേർന്നിരുന്നുകൊണ്ട് സഹോദരിയുടെ വ്യക്തിപരമായ യേശു അനുഭവം നമുക്കൊന്ന് ശ്രവിക്കാം. പ്രൈസ് ദി ലോർഡ്. 1 യോഹന്നാൻ 1:1 പറയുന്നു, ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവൻ്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. ജീവൻ വെളിപ്പെട്ടു, ഞങ്ങളത് കണ്ടു, ഞങ്ങളതിന് സാക്ഷ്യം നൽകുകയും ചെയ്യുന്നു. സഭാപ്രസംഗൻ്റെ പുസ്തകം 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു, ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിക്കും മുമ്പ് യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ സ്മരിക്കുക എന്ന. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒന്നിലും സന്തോഷം തോന്നാതിരുന്ന കാലഘട്ടത്തിൽ ഞാൻ എൻ്റെ യേശുവിനെ അനുഭവിച്ചറിഞ്ഞ വലിയ സന്തോഷ വാർത്തയാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ വിവാഹത്തിന് മുൻപ് 5 വർഷക്കാലം വരെ ഞാനൊരു രോഗിയായിരുന്നു. തളർന്ന് ഒരു തളർവാദ രോഗിയെപ്പോലെ കിടപ്പിലായി. എനിക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യുവാൻ സാധിക്കില്ലായിരുന്നു. എന്നെ ആരെങ്കിലും പിടിച്ചിരുത്തിയാൽ ഞാൻ അവിടെ ഇരിക്കും, ആരെങ്കിലും പിടിച്ച് കിടത്തിയാൽ അവിടെ കിടക്കും. എൻ്റെ പ്രാഥമിക ആവശ്യങ്ങൾ പോലും എനിക്ക് നിർവഹിക്കുവാനായിട്ട് സാധിക്കാതെ വന്നു. പ്രിയമുള്ളവരെ, ഞാൻ ഒത്തിരിയേറെ വേദനിച്ചു. ജോബിൻ്റെ പുസ്തകം 10:1 പറയുന്നു, ഞാൻ എൻ്റെ ജീവിതത്തെ വെറുക്കുന്നുവെന്ന്. അതെ, ഞാൻ വെറുക്കുവാൻ തുടങ്ങി. എൻ്റെ വീട്ടിൽ 2 ചേച്ചിമാരുണ്ട്, 2 ചേട്ടന്മാരുണ്ട്, 2 അനിയത്തിമാരുണ്ട്. ഇവരുടെ നടുവിലുള്ള ഞാൻ ഒരു നിത്യരോഗിയായി മാറി. അനിയത്തിമാരെ ശുശ്രൂഷിക്കേണ്ട ഞാൻ പലപ്പോഴും അവരെന്നെ ശുശ്രൂഷിക്കേണ്ടതായിട്ട് വന്നു. 6-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിൽ പറയുന്നു, കരഞ്ഞ് കരഞ്ഞ് ഞാൻ തളർന്നു, കണ്ണുനീര് കൊണ്ട് എൻ്റെ തലയണ കുതിർന്നുവെന്ന്. 42-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ പറയുന്നു, രാപകൽ കണ്ണീറിൻ്റെ ഭക്ഷണമായി. പ്രിയമുള്ളവരെ, ഞാൻ ഒത്തിരിയേറെ വേദനിച്ചു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു പഠിക്കണമെന്ന്. അത് തന്നെ 6-ാം ക്ലാസ്സിലെത്തിയതോടെ തല്ലി ഉടച്ചു കളഞ്ഞു. വിലാപങ്ങളുടെ പുസ്തകം 3:19 പറയുന്നു, എൻ്റെ കഷ്ടതയുടെയും അലച്ചിലിൻ്റെയും ഓർമ്മ കൈപ്പേറിയ വിഷമാണ്. അതിനെപ്പറ്റി നിരന്തരം ചിന്തിച്ച് എൻ്റെ മനം തകരുന്നുവെന്ന്. അങ്ങനെ കൈപ്പേറിയ അനുഭവങ്ങളുമായിട്ട് എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നേ, എല്ലാവർക്കും ഭാരമാകാൻ തുടങ്ങി. എൻ്റെ വീട്ടിൽ ആ സമയത്ത് തന്നെ എൻ്റെ അമ്മ മരിച്ചു. അപ്പനാണെങ്കിൽ മദ്യത്തിനടിമയായി. എൻ്റെ സഹോദരങ്ങൾ എന്നെ ഒത്തിരിയേറെ സ്നേഹിച്ചു, പക്ഷെ എനിക്ക് ആരെയും ഇഷ്ടമില്ല. 1 യോഹന്നാൻ 4:8 പറയുന്നു, സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, കാരണം ദൈവം സ്നേഹമാണ്. എൻ്റെ ജീവിതം ഇങ്ങനെ വളരെ ദുരിതത്തിൽ കടന്നു പോകുമ്പോൾ ഞാൻ ഓർത്തു, എന്തിനാ ജീവിക്കുന്നേ, എങ്ങനെയെങ്കിലും മരിക്കാൻ ഒത്തിരി ആഗ്രഹമുണ്ട്, പക്ഷെ എങ്ങനെയാണ് മരിക്കേണ്ടതെന്നറിയില്ല. എനിക്ക് പത്രം വായിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ആദ്യം വായിക്കുന്നത് ചരമകോളമാണ്. കാരണം അതിൽ തൂങ്ങി മരിച്ചു, വിഷം കഴിച്ചു മരിച്ചു എന്നൊക്കെ വാർത്തകൾ വായിക്കുമ്പോൾ ഞാനിങ്ങനെ കൊതിച്ചിട്ടുണ്ട്, എന്നോട് സ്നേഹമുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, ഇത്തിരി വിഷം കൊണ്ടൊന്ന് വായിലൊഴിച്ചു തന്നെങ്കിൽ, അല്ലെങ്കിൽ തൂങ്ങി മരിക്കേണ്ട കുടുക്കൊന്നിട്ടിട്ട് എന്നെ ഒന്ന് പൊക്കി കയറ്റി തന്നെങ്കിൽ എന്നൊക്കെ ഞാൻ ഒത്തിരിയേറെ ആഗ്രഹിച്ചു. വെളിപാടിൻ്റെ പുസ്തകം 9-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നു, ആ നാളുകളിൽ മനുഷ്യർ മരണത്തെ തേടും, പക്ഷെ കണ്ടെത്തുകയില്ല. മരണം അവരിൽ നിന്ന് ഓടി ഒളിക്കും. പ്രിയമുള്ളവരെ, മരണം എന്നിൽ നിന്ന് ഓടി ഒളിച്ചത് കൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. അന്നേരം എൻ്റെ ഇടവക പള്ളിയിൽ ഒരു ധ്യാനം വന്നു. 5 വർഷങ്ങൾക്ക് ശേഷം
എന്നെ ആരൊക്കെയോ പൊക്കി ആ ധ്യാനത്തിലേക്ക് കൊണ്ടുപോയി. ഇന്നും അവരുടെ മുഖമൊന്നും എനിക്ക് ഓർമ്മയില്ല. അവിടെ ധ്യാനഗുരു വന്നു നിന്ന് ധ്യാനം ആരംഭിച്ചു. ധ്യാനഗുരു പറയുകയാ, ദൈവം സ്നേഹമാണ്. എനിക്ക് ദൈവത്തെക്കുറിച്ച് കേൾക്കുന്നത് ഇഷ്ടമില്ല. ഞാൻ ചോദിച്ചു, ദുഷ്ടനും ക്രൂരനുമായ ഒരു ദൈവം എവിടെയുണ്ട്? വീണ്ടും ധ്യാനഗുരു പറയുന്നു, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ഞാൻ പറഞ്ഞു, കണ്ണും കാതുമില്ലാത്ത ഒരു സാധനം ഇതെവിടെയുണ്ട്? വീണ്ടും ധ്യാനഗുരു എന്നെ ചൂണ്ടിയിട്ട് പറയുകയാ, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. പ്രിയമുള്ളവരെ, എനിക്ക് ദേഷ്യം വന്നിട്ട് വയ്യ. ഞാൻ ഓർത്തു, ഇപ്പോൾ ഒരു ചെരുപ്പോ കല്ലോ കിട്ടിയെങ്കിൽ ഇയാളെ ഒരു എറി കൊടുക്കണം. കാരണം ഇയാൾ ഇവിടെ നിന്ന് കള്ളമല്ലേ പറയണേ. ഇങ്ങനെ ഒരു ദൈവം ഉണ്ടായിരുന്നെങ്കിൽ എന്നെ ഇങ്ങനെ നിത്യരോഗിയാക്കി മാറ്റുമായിരുന്നോ? ആരുടെയും മുൻപിൽ പ്രത്യക്ഷപ്പെടാൻ സാധിക്കാത്ത വിധത്തിൽ, എൻ്റെ പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിർവഹിക്കുവാൻ സാധിക്കാത്ത അവസ്ഥയിൽ എന്നെ ആക്കിയൊരു ദൈവമുണ്ടോ? ഇങ്ങനെ ചിന്തിച്ച് തീരുന്നതിന് മുൻപ് ധ്യാനഗുരു അവിടെ നിന്നിട്ട് പറയുകയാ, യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 43 അധ്യായം 5 വാക്യം, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ശിരസ് മുതൽ ഒരു ശക്തി എന്നിലേക്ക് നിറയാൻ തുടങ്ങി. ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 4 അധ്യായം 12 വാക്യത്തിൽ പറയുന്നു, ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലതയുള്ളതുമാണ്, അതിരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്, അത് ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മഞ്ചയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. എവിടെ കൂടെയൊക്കെ തുളച്ചു കയറിയെന്നറിയില്ല. വല്ലാത്തൊരു ശക്തി നിറഞ്ഞു. എഴുന്നേറ്റ് നിന്ന് കുഴപ്പമൊന്നുമില്ല, നടന്നു നോക്കി കുഴപ്പമില്ല, ഒരൊറ്റ ഓട്ടമോടി. ഈശോയ്ക്കൊരു നന്ദി പറയാമോ? ഹല്ലേലൂയ. ഈശോയ്ക്കൊരു നന്ദി പറയാമോ? ഹല്ലേലൂയ. കാരണം യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നവനാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്തുമാത്രം ഈശോയെ തള്ളിപ്പറഞ്ഞോ അതിനേക്കാൾ ഉപരിയായിട്ട് ഈശോയെ ഞാൻ പ്രണയിക്കാൻ പഠിച്ചു. ഞാൻ ഉച്ചനേരമായിരുന്നു, അവിടെ ലഘുഭക്ഷണം കൊടുക്കുന്നുണ്ട്. പക്ഷെ ഞാൻ വീട്ടിലേക്ക് ഓടുകയാ. എനിക്ക് വിശന്നിട്ട് വയ്യ. കാരണം ഈ 5 വർഷത്തിനിടയിൽ ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത് 2 ഉരുള ചോറായിരുന്നു. പക്ഷെ അത് കാലക്രമേണ അത് 1 ഉരുള ചോറായി മാറി. അതെങ്ങനെ മാറിയെന്ന് ചോദിച്ചാൽ, മർക്കോസിൻ്റെ സുവിശേഷം 12:24 പറയുന്നു, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. ദൈവത്തിൻ്റെ ശക്തി അറിയാത്തത് കൊണ്ട് എവിടെ ചെന്നാൽ രക്ഷ കിട്ടും, എവിടെ ചെന്നാൽ മോളുടെ അസുഖം മാറും എന്ന് കരുതി തിരക്കി നടന്ന എൻ്റെ അപ്പൻ പ്രതിഷ്ഠിക്കപ്പെട്ട തിരുഹൃദയത്തിന് രൂപത്തിന് മുമ്പാകെ ഒരു പായ വിരിച്ചിട്ട് കൊടുത്തു. അദ്ദേഹം അതിലിരുന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. വെള്ളം കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ അയാളുടെ ബാഗിൽ നിന്ന് കുറച്ച് പൂക്കളെടുത്ത് ഈ വെള്ളത്തിലിട്ട്, വീണ്ടും ഒരു കത്തി എടുത്തിട്ട് അയാളുടെ കൈയുടെ ഈ ഭാഗം ഒറ്റ മുറിക്കല്, ഇതിൽ നിന്നും ഇറ്റിറ്റ് വീണ രക്തം ഈ വെള്ളത്തിൽ കലർത്തി. എന്നിട്ട് എന്നോട് കുടിക്കാൻ പറഞ്ഞു. ഞാൻ കുടിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അതെൻ്റെ മുഖത്ത് തളിക്കുകയും വീടിൻ്റെ പരിസരങ്ങളിലൊക്കെ ഒഴിക്കുകയും ചെയ്തു. ഇത്രയും ചെയ്തപ്പോൾ 700 രൂപ വേണമെന്ന് പറഞ്ഞു. വീട്ടിൽ ദാരിദ്ര്യമാണ്, വീടിൻ്റെ വിളക്കാണ് ഒരമ്മ. ആ അമ്മ നഷ്ടപ്പെട്ടു പോയപ്പോൾ വീടിൻ്റെ സ്ഥിതി ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും മനസ്സിലാകും. ആ ഒരവസ്ഥയിൽ ആരോടൊക്കെയോ കടം വാങ്ങി ഈ പൈസ കൊടുത്തു. വീണ്ടും ഇദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്കിതാരോ കൂടോത്രം ചെയ്തതാ, ചെയ്ത വ്യക്തിയെ ഞാൻ വെള്ളത്തിൽ കാണിച്ചു തരാം, പക്ഷേ 7000 രൂപ വേണമെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, പൈസ ഇല്ലാത്തത് കൊണ്ട് ഇദ്ദേഹത്തെ പറഞ്ഞു വിട്ടു. ഇദ്ദേഹം ഇറങ്ങുമ്പോൾ ഒരു ശിക്ഷ എന്ന വണ്ണം ഇദ്ദേഹം ഒരു കൽപ്പനയും പറഞ്ഞു. ഇദ്ദേഹം പറഞ്ഞതിങ്ങനെയാണ്, ഈ കുട്ടിക്ക് കൊടുക്കുന്നതിൻ്റെ നേർപകുതി ഭക്ഷണം മാറ്റിവെക്കണം. എൻ്റെ അപ്പൻ പറഞ്ഞു, മോളാകെ നേരം വെളുത്ത പാതിരാത്രിയിലാകുമ്പോൾ 2 ഉരുള ചോറാ കഴിക്കുന്നേ, അതിനകത്ത് കുറച്ചുകൂടെ ഇട്ടിട്ട് മാറ്റിയാൽ പോരെ. പക്ഷെ അദ്ദേഹം പറഞ്ഞു, പറ്റില്ല, നേർപകുതി മാറ്റിവെക്കണം. അന്ന് മുതൽ എൻ്റെ ഭക്ഷണം എത്രയായി? 1 ഉരുള ചോറായി. ഈ 1 ഉരുള ചോറ് കഴിച്ച് കഴിച്ച് ഞാനൊരു നിത്യരോഗിയായി എഴുന്നേൽക്കുവാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ രോഗിലേപനമൊക്കെ തന്ന കരങ്ങളാണ് കേട്ടോ ഇത്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ മരണവും കാത്ത് എൻ്റെ ചുറ്റും ഉറക്കമിളച്ച എൻ്റെ ബന്ധുക്കൾ, സഹോദരങ്ങളൊക്കെ ഒത്തിരി ഭാഗ്യം ചെയ്തവരാ. പ്രിയമുള്ളവരെ, ഈ 1 ഉരുള ചോറ് കഴിക്കുമ്പോൾ ഞാൻ ഛർദ്ദിച്ച് തൊണ്ട പൊട്ടി എൻ്റെ രക്തം ഛർദ്ദിക്കുമായിരുന്നു. അതുവരെ ഛർദ്ദിലിങ്ങനെ നീണ്ടു പോകുമായിരുന്നു.
അതുകൊണ്ട് എത്രമാത്രം വിശന്നാലും ഞാൻ വീട്ടിൽ പറയത്തില്ല. എത്ര പറഞ്ഞാലും അവർക്ക് തരാനായിട്ട് പേടിയാ. കാരണം എനിക്ക് ഒരുള്ള ചോറ് തരണമെങ്കിൽ എൻ്റെ സഹോദരങ്ങളും അയൽവാസികളും ബന്ധുക്കളും ഒക്കെ എൻ്റെ അപ്പൻ വരുവോളം കാത്തിരുന്നിട്ട് പല ആയുധങ്ങളെടുത്ത് എന്നെ കാണിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടാ എനിക്ക് ഒരുള്ള ചോറ് തരുന്നത്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഛർദ്ദിക്കുമ്പോൾ, രക്തം ഛർദ്ദിക്കുമ്പോഴുള്ള ആ അവസ്ഥ ഓർക്കുമ്പോൾ എനിക്ക് ചോറ് വേണ്ട. അന്നു മുതൽ എൻ്റെ വിശപ്പ് നഷ്ടപ്പെട്ടു. വിശപ്പിനെ ഞാൻ ഇല്ലാതാക്കി എന്ന് പറയാം. പ്രിയമുള്ളവരെ, പള്ളിയിൽ നിന്ന് ഞാൻ വീട്ടിലേക്ക് ഓടുമ്പോൾ അന്ന് വരെ ഇല്ലാത്ത വലിയൊരു വിശപ്പ് എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഈ 5 വർഷത്തിനിടയിൽ ആദ്യമായിട്ട് ഞാൻ അടുക്കളയിൽ കയറി എൻ്റെ ഇഷ്ടത്തിന് അളവുകളില്ലാതെ ഞാൻ വയർ നിറയെ ഭക്ഷണം കഴിച്ചു. ഹല്ലേലൂയ. ഈശോയ്ക്ക് ഒരു നന്ദി പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നവനാ. അവൻ എൻ്റെ കൂടെ വന്നു കേട്ടോ. ഞാൻ ഭക്ഷണം കഴിച്ചിരിക്കുമ്പോൾ എൻ്റെ പുറകെ ഒത്തിരി പേര് വരികയാ. അവിടെ മൊത്തം വാർത്തയായി. ഞാൻ പാത്രം കഴുകിയില്ല. എല്ലാവരും വന്നപ്പോൾ പാത്രമെടുത്ത് കാണിച്ചു കൊടുത്തു. അവിടേക്ക് ഭയങ്കര ചർച്ചയായി. കാരണം ഈശോ അങ്ങനെ എന്നെ ഉയർത്തിയതാ. പിന്നെ അവൻ എന്നെ ഒരിക്കലും തളർത്തിയിട്ടില്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ ഓടിയാൽ തളരുകയില്ല, നടന്നാൽ ക്ഷീണിക്കുകയുമില്ല. അതാണ് ദൈവത്തിൻ്റെ അഭിഷേകം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഞാനിങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് ജ്വലിക്കുവാൻ തുടങ്ങി. അവിടുന്ന് വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22-ാം വാക്യത്തിൽ പറയുന്നു, കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല, ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നു, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവുമെന്ന്. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നു, മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എങ്കിലും എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ലെന്ന്. 27-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ പറയുന്നു, കർത്താവിൻ്റെ പ്രകാശവും രക്ഷയുമാണ്, ഞാൻ ആരെ ഭയപ്പെടണം. കർത്താവിൻ്റെ ജീവിതത്തിന് കോട്ടയാണ്, ഞാൻ ആരെ പേടിക്കണം. അന്ന് മുതൽ ഈശോയ്ക്ക് വേണ്ടിയിട്ട് ജ്വലിക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ എന്നെ തകർത്തത് എൻ്റെ അപ്പൻ്റെ മദ്യപാനമായിരുന്നു. അപ്പോസ്തല പ്രവർത്തനം 16:31 പറയുന്നു, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാൻ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നീ ഒരാൾ വിശ്വസിക്കുന്നുവെങ്കിൽ ആ കുടുംബം കൊച്ചാണോ വലുതാണോ എന്ന് നോക്കാതെ രക്ഷപ്പെടുത്തുവാനായിട്ട് ശക്തനായവനായ എൻ്റെ കർത്താവ്. ഞാനൊരു ദിവസം എൻ്റെ അപ്പനോട് പറഞ്ഞു, ഇന്ന് കുടിക്കാതെ 7 മണിക്ക് വരണം, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അപ്പൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇന്ന് ഞാൻ താമസിച്ചേ വരൂ. പ്രിയമുള്ളവരെ, ഞാൻ അന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഉപവാസ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടെന്ന് അന്ന് എനിക്ക് മനസ്സിലായി. കാരണം 7:05 ഉള്ളപ്പോൾ അപ്പൻ വീട്ടിൽ വന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനും അപ്പനും കൂടെ സംസാരിക്കാൻ തുടങ്ങി. ഞാൻ ചോദിച്ചു, എന്തിനാ എപ്പോഴും ഇങ്ങനെ കുടിച്ചുകൊണ്ട് വരുന്നേ? അപ്പൻ എൻ്റെ അടുത്ത് പറഞ്ഞു, മോൾക്കറിയില്ലേ, ബൈബിളിൽ എഴുതിയിട്ടുണ്ട് അല്പം വീഞ്ഞ് ബോധത്തെ തെളിയിക്കുമെന്ന്. പ്രിയമുള്ളവരെ, ബൈബിളിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല. പക്ഷെ ഞാൻ ബൈബിൾ എടുത്ത് വെച്ചിട്ട്, ഈശോയെ നീ ഇങ്ങനെയും എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ബൈബിൾ തുറക്കാൻ തുടങ്ങിയപ്പോൾ 38ഓളം വചനത്തെക്കുറിച്ച് ഈശോനോട് സംസാരിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സുഭാഷിതന്റെ പുസ്തകം 20-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു, വീഞ്ഞ് പരിഹാസകനും മദ്യം കലഹക്കാരനുമാണ്, അവയ്ക്ക് അടിമപ്പെടുന്നവന് വിവേകമില്ല. പ്രഭാഷകന്റെ പുസ്തകം 19-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു, മദ്യപനായ തൊഴിലാളി ഒരിക്കലും ധനവാനാവുകയില്ല. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറയുന്നു, ലഹരി പാനീയങ്ങളുടെ പിന്നാലെ ഓടാൻ വേണ്ടി അതിരാവിലെ ഉണരുകയും വീഞ്ഞു കുടിച്ച് മതിക്കാൻ വേണ്ടി ഉറങ്ങാതിരിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതമെന്ന്. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 22-ാം വാക്യത്തിൽ പറയുന്നു, വീഞ്ഞു കുടിക്കുന്നതിൽ വീരന്മാരും വിവിധ തരം മദ്യം കൂട്ടിക്കലർത്തുന്നതിൽ ബിരുദന്മാരും ആയവർക്ക് ദുരിതമെന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ അപ്പൻ ഇരുന്ന് കരയുന്നത് കണ്ടു. അപ്പൻ എൻ്റെ അടുത്ത് പറഞ്ഞു, പലപ്പോഴും ഇത് ആഗ്രഹിച്ചുകൊണ്ട് പോകുന്നതല്ല, പക്ഷേ അറിയാതെ കൂട്ടുകൂടുമ്പോൾ, അവർക്കൊന്ന് ഒഴിച്ചു കൊടുക്കുമ്പോൾ അറിയാതെ കുടിച്ചു പോകുന്നതാണ്. പ്രിയമുള്ളവരെ, അപ്പോഴും ഈശോ എനിക്ക് വചനം തന്നു. സുഭാഷിതന്റെ പുസ്തകം 23-ാം അധ്യായം 31-ാം വാക്യം,
ചക്ഷകങ്ങളിൽ വീണ് ചെമ്മന്ന് തിളങ്ങി കവിയുന്നത് നോക്കിയിരിക്കരുത്. അവസാനം അത് പാമ്പിനെ പോലെ കടിക്കുകയും അണലിയെപ്പോലെ നിന്നെ ആഞ്ഞുകൊത്തുകയും ചെയ്യും. അന്ന് എൻ്റെ അപ്പം കുടി നിർത്തിയതാ. മരണം വരെ വിശുദ്ധ ബലി സ്വീകരിച്ച് ഒരു വിശുദ്ധനെ പോലെയാ എൻ്റെ അപ്പൻ മരിച്ചത്. ഇപ്പോൾ സ്വർഗത്തിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയ്ക്ക് ഒരു നന്ദി പറയാമോ? ഹല്ലേലൂയ. ഒന്നുകൂടെ കരങ്ങൾ കൊടുത്തിട്ട് പറയാമോ? ഈശോ നിന്നെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ ഓർത്തു, ദൈവമേ, ഞാനിങ്ങനെ പോകുക ഒത്തിരിയേറെ ആനന്ദത്തിൽ എൻ്റെ ജീവിതം എങ്ങനെയാ മുന്നോട്ട് പോകണമെന്ന് എനിക്കറിയില്ല. എനിക്ക് കന്യാസ്ത്രീയാകാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ആരും എന്നെ വിളിക്കുന്നില്ല. ഞാൻ എന്താ ചെയ്യണ്ടേ? ജെറമ്യ പ്രവാചക പുസ്തകം 29 അധ്യായം 11 വാക്യത്തിൽ പറയുന്നു, നിങ്ങളെക്കുറിച്ചുള്ള ഒരു പ്ലാനും പദ്ധതിയും എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ളതാ. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും തരുന്നതാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവത്തിനറിയാം, ദൈവം ഒരു മനുഷ്യൻ്റെ വാരിയെല്ലെടുത്താണ് എന്നെ സൃഷ്ടിച്ചത്. ദൈവം 5 വർഷം എന്നെ രോഗിയാക്കി അവിടെ നിന്ന് എന്നെ എഴുന്നേൽപ്പിച്ച് തിരുവനന്തപുരത്ത് പ്രസംഗിക്കാൻ കൊണ്ടുപോയതാ. അവിടെ ധ്യാന സ്ഥലത്ത് ഗാനങ്ങൾ ആലപിക്കുന്ന ഏറ്റവും നല്ലൊരു ശുശ്രൂഷ ചെയ്യുന്ന ഒരാളെയാണ് എൻ്റെ ജീവിതത്തിൽ ഭർത്താവായിട്ട് ഈശോ എനിക്ക് തന്നത്. പ്രൈസ് ദി ലോർഡ്. ഉൽപ്പത്തിയുടെ പുസ്തകം 2 അധ്യായം 18 വാക്യത്തിൽ പറയുന്നു, നിനക്ക് ചേർന്ന ഇണയെ ഞാൻ തരുമെന്ന്. എൻ്റെ ഈശോ ശക്തനാണ് കേട്ടോ. എനിക്ക് നല്ലൊരു ഹസ്ബൻഡിനെ തന്നു. എനിക്ക് ഇന്ന് വരെ കിട്ടാത്ത സ്നേഹവും അംഗീകാരവും വാത്സല്യമൊക്കെ തന്ന് എന്നെ ഒത്തിരിയേറെ സ്നേഹിക്കുന്ന, ഈശോയെ പോലെ കാണുന്ന ഒരു നല്ലൊരു ഭർത്താവിനെ എനിക്ക് തന്നു. മദർ തെരേസ പറഞ്ഞില്ലേ, കാണുന്നവരിലൊക്കെ യേശുവിനെ ദർശിക്കണം, കാണുന്നവർക്കൊക്കെ യേശുവായിട്ട് മാറണമെന്ന്. എൻ്റെ ഹസ്ബൻഡ് ജോലി ഡ്രൈവിംഗ് ആണ്, പക്ഷെ ആൾ ചെയ്യുന്നത് ഒത്തിരിയേറെ മഹത്തായ കാര്യങ്ങളാണ്. കാരണം വഴിയരികിൽ ഉപേക്ഷിക്കപ്പെട്ടവർ, വഴിയരികിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന മാനസിക രോഗികൾ, ഇവരെയൊക്കെ പിടിച്ചു കൊണ്ടുവന്നിട്ട് മുടിവെട്ടി ഷേവ് ചെയ്ത് കുളിപ്പിച്ച് പുതിയ വസ്ത്രം കുടിപ്പിച്ച് ഓരോരോ മന്ദിരങ്ങളിൽ കൊണ്ടുപോയാക്കും. വഴിയരികിൽ ചീഞ്ഞ് പുഴുവന്ന് കിടക്കുന്നവരെയൊക്കെ എടുത്തുകൊണ്ട് വരികയാണ്. ഓരോ മാനസിക രോഗി നടക്കുമ്പോൾ ഓരോരുത്തർ ഫോൺ ചെയ്യും, ഇന്ന സ്ഥലത്ത് ആളുണ്ട്, വരാമോ? ഇത്രയും മനോഹരമായിട്ട് അവരിലൊക്കെ യേശുവിനെ കണ്ട് ശുശ്രൂഷ ചെയ്യുന്ന നല്ലൊരു ചേട്ടനെയാ ഈശോ എനിക്ക് ദാനമായിട്ട് തന്നത് കേട്ടോ. ഈശോയ്ക്ക് ഒരു നന്ദി പറയാമോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ വിവാഹം കഴിഞ്ഞ അന്ന് മുതൽ ഇന്നലെ വരെ കൈകോർത്ത് പിടിച്ചിട്ടാണ് ഞങ്ങൾ ഉറങ്ങുന്നത് കേട്ടോ. ഞങ്ങൾക്ക് 2 മക്കളുണ്ട്. മോൾക്ക് 19 വയസ്സായി, മോന് 14 വയസ്സായി. എൻ്റെ ഈശോ എനിക്ക് അസാധ്യമെന്ന് കരുതിയതെല്ലാം സാധ്യമാക്കി തന്നവനാ. ഈശോയുടെ മുൻപിൽ നന്ദിയല്ലാതെ മറ്റൊന്നും എനിക്ക് പറയുവാനായിട്ടില്ല. എൻ്റെ വീട്ടിൽ ഞങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. ഒത്തിരിയേറെ കുഞ്ഞുമക്കളെ ഒരുമിച്ച് കൂട്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും. ഞാനോർത്ത്, ഈശോ, ഈ ജീവിതം കൊണ്ട് നിനക്ക് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യണ്ടേ? ഞാൻ എങ്ങനെയാ നിനക്ക് വേണ്ടിയിട്ട് സാക്ഷ്യം വഹിക്കണ്ടേ? എന്നോടൊപ്പം നിൽക്കുന്ന നല്ലൊരു ഹസ്ബൻഡ്, നല്ല മക്കള്. പ്രിയമുള്ളവരെ, ആരെയൊക്കെ ഏതൊക്കെ രീതിയിൽ വിഷമിക്കുന്നുണ്ടോ അവിടെയൊക്കെ ഓടി അണയാനായിട്ട് ഈശോ എന്നെ ഒരു ഉപകരണമാക്കി കേട്ടോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷത്തിൽ 16 അധ്യായം 16 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നു, വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ പിശാചുക്കളെ ബഹിഷ്കരിക്കും, മാരകമായ എന്ത് കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല. അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സൗഖ്യം പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ, ഇനിയുള്ള ജീവിതമെല്ലാം നിനക്കുള്ളതാ, നീ പറയുന്നത് പോലെയൊക്കെ ഞാൻ ചെയ്യാം. ഈശോ ചോദിക്കുന്നില്ലേ, ആരെനിക്കായിട്ട് പോകും? ഞാൻ എപ്പോഴും ചങ്കിൽ കൈവച്ചിട്ട് പറയും, ഈശോയെ, എന്നെ അയച്ചാലും ഞാൻ പോകാമെന്ന്. പ്രിയമുള്ളവരെ, ധ്യാനിക്കാൻ പോയപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്നെ ചാർജ് ചെയ്യാൻ വേണ്ടി ധ്യാനിക്കാൻ പോയപ്പോൾ ഒരു സ്ഥലത്ത് പാടിയ 2 വരി പാട്ട് എൻ്റെ ഉറക്കം കളഞ്ഞു. അനേകർക്ക് വേണ്ടി ഉറക്കമൊഴിഞ്ഞ് പ്രാർത്ഥിക്കുവാനായിട്ടുള്ള വരം ആ ഗാനത്തിലൂടെ ഈശോ എനിക്ക് തന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. സിയോന്റെ കുഞ്ഞുങ്ങൾ പാപത്തിൻ പെരുവഴിയിൽ മയങ്ങുമ്പോൾ കണ്ണീരൊഴുക്കാതെ ഞാനെങ്ങനെ ഉറങ്ങും?
പ്രിയമുള്ളവരെ, വിലാപങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 1 മുതലുള്ള വാക്യത്തിൽ പറയുന്നു, സ്വർണം എങ്ങനെ മങ്ങിപ്പോയി, തങ്കത്തിനെങ്ങനെ മാറ്റം വന്നു, സിയോന്റെ അമൂല്യരായ മക്കള് ഇന്ന് വഴിക്കവലകളിൽ കഴിയുകയാണ്. ഇവർക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാതെ ആരാ പ്രാർത്ഥിക്കണേ? എൻ്റെ തിരുസഭയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാതെ വൈദികരും സന്യസ്തരും പെട്ടിയും എടുത്ത് വീട്ടിൽ നിന്ന് ടാറ്റയും പറഞ്ഞ് സഭയ്ക്ക് വേണ്ടി നമ്മൾക്ക് വേണ്ടി ഉരുകിത്തീരാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ചവർക്ക് വേണ്ടിയിട്ട് ഒരു മെഴുകുതിരിയെപ്പോലെ ഞാൻ ഉരുകാമെന്ന് പറഞ്ഞുകൊണ്ട് പോന്ന സന്യസ്തർക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാതെ ആര് പ്രാർത്ഥിക്കാനാ? പ്രിയമുള്ളവരെ, രാത്രിയുടെ യാമങ്ങളിൽ ഉറക്കമൊഴിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി എൻ്റെ ഈശോയുടെ കരങ്ങളിൽ നിന്ന് ഞാൻ ഏറ്റുവാങ്ങിയ വലിയ സൗഖ്യവും സന്തോഷ വാർത്തയുമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടെ കരങ്ങൾ കൊടുത്തിട്ട് പറയാമോ? ഈശോ നിന്നെ അനുഗ്രഹിക്കുകയാണ്. ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, യേശു നിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും. എൻ്റെ വീട് കടൽ തീരത്ത. കടൽ ഭിത്തി എൻ്റെ വീടിനേക്കാളും പൊക്കത്തിലാ ഭിത്തി കെട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം എൻ്റെ വീട്ടിൽ വലിയൊരു പാമ്പ് വന്നു. എൻ്റെ മക്കൾ 2 പേരും കൂടെ കരയാൻ തുടങ്ങി. ഞാൻ ചെന്ന് നോക്കുമ്പോൾ ഈ പാമ്പിനെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. തലക്കെട്ടടിച്ചാൽ വാല് പൊക്കും, വാലേട്ടടിച്ചാൽ തല പൊക്കും. ഞാൻ നിസ്സഹായ. പെട്ടെന്ന് എൻ്റെ വിശ്വാസം വർദ്ധിച്ചു. യേശുവെന്ന നാമത്തിൻ്റെ മുൻപിൽ എല്ലാം മുട്ടും മടങ്ങും. അപ്പോസ്തല പ്രവർത്തനം 4:12 പറയുന്നു, ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് യേശുവെന്ന നാമമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്ന്. പ്രിയമുള്ളവരെ, ഞാൻ പാമ്പിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, ഞാൻ യേശുവിൻ്റെ മോളാ, ഇത് യേശുവിൻ്റെ വീടാ, അതുകൊണ്ട് നിനക്കോ നിൻ്റെ സന്താനങ്ങൾക്കോ ഇവിടെ അവകാശമില്ല. പെട്ടെന്ന് ആണുങ്ങളുള്ള വീട്ടിൽ പോകാൻ പറഞ്ഞു. പ്രിയമുള്ളവരെ, ഇതിങ്ങനെ കേട്ടപ്പോൾ തന്നെ എന്നെ തല പൊക്കി നോക്കി. ഞാൻ പറഞ്ഞു, ഇത് യേശുവിൻ്റെ വീട്, ആണുങ്ങളുള്ള വീട്ടിൽ പോയിക്കോളാൻ. ഇതിങ്ങനെ പോകുമ്പോൾ ഒരു മേശയുണ്ട്. മേശയുടെ അടുത്തെത്തിയപ്പോൾ വീണ്ടും തല തിരിഞ്ഞെന്നെ നോക്കുക. ഞാൻ പറഞ്ഞു, നിനക്കിവിടെ അവകാശമില്ല, ഇത് യേശുവിൻ്റെ വീടാ. ഇത് ചെന്ന് കടൽ ഭിത്തിയോട് അടുത്തപ്പോൾ വീണ്ടും തല ചരിച്ച് വെച്ച് എന്നെ നോക്കി. അപ്പോൾ ഞാൻ ഈശോയുടെ നാമത്തിൽ കൽപ്പിക്കുകയായിരുന്നു, ഇത് യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിലാണ് ഞാൻ നിന്നോട് പറയുന്നേ, ആണുങ്ങളുള്ള വീട്ടിൽ പോകാൻ. പ്രിയമുള്ളവരെ, ഇത് സ്പീഡിൽ പോയിട്ട് 3 വീടിനപ്പുറം ഒരു പപ്പയും മോനുമുള്ള ഒരു വീട്ടിൽ പോയി കയറി അവരങ്ങ് തല്ലിക്കൊന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈശോയ്ക്ക് ഒരു നന്ദി പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. നമ്മൾ വിളിക്കുമ്പോൾ അവർ വരാൻ തയ്യാറാ. ഇനി അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കുമ്പോൾ അവർ സൗഖ്യം പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാനൊരു സ്ഥലത്ത് ധ്യാനിപ്പിക്കുവാനായിട്ട് ചെന്നപ്പോൾ ഒരു കൈക്കുഞ്ഞും കൊണ്ട് ഒരമ്മ വന്നു. ഈ കുഞ്ഞ് ജനിച്ചപ്പോൾ മുതൽ ഈ കുഞ്ഞിൻ്റെ കണ്ണ് ചലിച്ചിട്ടില്ല. ഈ അമ്മ വന്ന് വിറച്ച് കരയുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഈശോ എൻ്റെ ചെവിയിൽ പറയുകയാ, നിൻ്റെ വിരലിങ്ങനെ കാണിച്ചു കൊടുക്കാനായിട്ട്. ഞാൻ ഈ വിരലിങ്ങനെ കാണിച്ച് സ്തുതിച്ചു കൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞ് കണ്ണ് ചലിപ്പിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിയൊന്ന് ഈശോയ്ക്ക് നന്ദി പറയാമോ? ഹല്ലേലൂയ. കാരണം യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നവനാ. അവൻ്റെ സ്വഭാവം പോലും കരുണയാണ് കേട്ടോ. നമ്മൾ വിളിക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾ ഓർക്കാതെ നമ്മൾ വിളിക്കുന്നിടത്ത് വരാനായിട്ട് ശക്തനായ എൻ്റെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നവനാ. ഞാനൊരു പുഴുവിനെ പോലെയാണെങ്കിലും ഈശോ എന്നെ എത്രയേറെ മാനിക്കുന്നുവെങ്കിൽ എന്നേക്കാൾ എത്രയോ ശ്രേഷ്ഠരായ വ്യക്തികളാണ് എൻ്റെ മുൻപിലിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈശോയെ ഒന്ന് വിളിച്ചാൽ മാത്രം മതി കേട്ടോ. എത്ര നന്മകളാണ് ദൈവം ചെയ്തതെന്നറിയോ? പറഞ്ഞാൽ തീരാത്തത്ര, വാക്കുകൾ എണ്ണിയാൽ തീരാത്തത്ര കൃപകൾ കൊണ്ടാണ് ഈശോ എന്നെ നിറച്ചത്. ഒരു ദിവസം ആരാധന നടത്തിയിരിക്കുമ്പോൾ ഈശോ പറയുകയാ, ഷീലയുടെ ബലൂൺ പോലെ തൂങ്ങിക്കിടക്കുന്ന മുഴയെ ഈശോ എടുത്ത് മാറ്റുന്നുവെന്ന്. പ്രിയമുള്ളവരെ, ഞാൻ അൾത്താരിൽ നിന്ന് അത് വിളിച്ചു പറയുമ്പോൾ പിറ്റേ ദിവസം ഷീല എന്നെ കാണാൻ വന്നു. സാരി മാറ്റിയിട്ട് പറഞ്ഞു, എൻ്റെ വയറിൻ്റെ ഭാഗത്തെ ബലൂൺ പോലെ അത്രയുമുള്ള ഒരു മുഴയുണ്ടായിരുന്നു, ആരാധന കഴിഞ്ഞപ്പോൾ അത് കാണാനില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നവനാ. അവനെ കൂടാതെ നമുക്കൊന്നും ചെയ്യുവാനായിട്ട് സാധിക്കില്ല. അവൻ ശക്തനാണ് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുന്ന് പ്രഭാഷന്റെ പുസ്തകം 38:9 പറയുന്നു, മകനെ, മകളെ, രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ
കർത്താവിനോട് പ്രാർത്ഥിക്കുക. അവിടുന്ന് നിന്നെ തീർച്ചയായും സുഖപ്പെടുത്തും. അപ്പോസ്തല പ്രവർത്തനം 1:8 പറയുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയായാലും സമരിയായാലും ഭൂമിയുടെ അതിർത്തികൾ വരെ നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. പ്രിയമുള്ളവരെ, ഞാൻ ഈശോയോട് എപ്പോഴും പറയും, ഈശോയെ, ഞാനൊരു കഴുതയാ, എൻ്റെ അടുക്കൽ നിന്ന് ഇറങ്ങിപ്പോകരുത് കേട്ടോ. കഴുതയെ ആരെങ്കിലും നോക്കി ചിരിക്കണമെങ്കിൽ എൻ്റെ ഈശോ വേണം. ഞാനൊരു വിഡ്ഢിയ, അതുകൊണ്ട് ഉപമയൊന്നും പറഞ്ഞു തരരുത് കേട്ടോ. എന്നോട് കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞാൽ ഞാൻ അങ്ങ് പറഞ്ഞു കൊടുക്കാം. പ്രിയമുള്ളവരെ, രാത്രിയുടെ യാമങ്ങളിൽ ഈശോ വന്ന് കൊട്ടി വിളിച്ചിട്ട് എന്നെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് യാത്രയാക്കും. അങ്ങനെ ഒത്തിരിയേറെ സ്ഥലങ്ങളിൽ പോയ ഒത്തിരിയേറെ സംഭവങ്ങൾ, പ്രിയമുള്ളവരെ, പറഞ്ഞാൽ തീരാത്തത്രയും വർണ്ണിച്ചാൽ തീരാത്തത്രയും കാര്യങ്ങളാണ്. യെശയ്യാ 49:6 പറയുന്നു, എൻ്റെ രക്ഷ ലോകാതിർത്തി വരെ എത്തുന്നതിന് ഞാൻ നിന്നെ ലോകത്തിൻ്റെ പ്രകാശമായിട്ട് നൽകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം സർവശക്തന. ഈ ദൈവത്തിൻ്റെ മുൻപിൽ നമ്മൾ ഏത് കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും അവനെ വിളിച്ചാൽ അവൻ ഇറങ്ങി വന്ന് നമ്മളെ തൊടും. ഹല്ലേലൂയ. അനുദിനം ഓരോ നിമിഷവും ഓരോ സമയവും ഈശോയെക്കുറിച്ച് അറിഞ്ഞ് ഈശോയെക്കുറിച്ച് പഠിച്ച് എന്നും ജീവിക്കുന്നവരാ ഞങ്ങൾ. പ്രൈസ് ദി ലോർഡ്. കാരണം ഈശോയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? ദൈവം ദാനമായിട്ട് തന്നതല്ലാതെ മറ്റെന്താ ഞങ്ങൾക്ക് മേന്മ ഭാവിക്കാനുള്ളത്? ഇനി ജീവിക്കുന്നതെല്ലാം എൻ്റെ ഈശോയ്ക്ക് വേണ്ടിയിട്ടാണ്. പ്രിയമുള്ളവരെ, നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. നമ്മൾക്ക് എല്ലാവർക്കും സൗഖ്യം ആവശ്യമുള്ളവരാ. വേണോ? വേണോ? എന്നെ ശ്രവിക്കുന്ന ഭക്തജനങ്ങളെ എല്ലാവർക്കും ഈശോ സൗഖ്യം തരാനായിട്ട് പോകുന്ന നിമിഷങ്ങളാണ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാമോ? പ്രാർത്ഥിക്കാമോ? ഈശോയുടെ സൗഖ്യം നേടാമോ? ഈശോ പറയുന്നു, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ഈശോയുടെ മുൻപിൽ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഹൃദയങ്ങളെ തുറക്കാം. ഈശോ, ഇന്ന് വരെ ഞാൻ ജീവിച്ചത് എനിക്ക് വേണ്ടി, എൻ്റെ മക്കൾക്ക് വേണ്ടിക്ക്, പക്ഷെ ഇനി ഞാൻ ജീവിക്കുന്നത് നിനക്ക് വേണ്ടിയിട്ടാണ്. ഈശോയോടൊന്ന് പറഞ്ഞേ. എന്നെ ശ്രവിക്കുന്ന ഹോസ്പിറ്റലിൽ കഴിയുന്ന മക്കളെ, വീടുകളുടെ വരാന്തയിൽ കഴിയുന്ന മക്കളെ, ആരും പോലും ഇല്ലാത്ത ജനങ്ങളെ, നിങ്ങൾ നിരാശരാണോ? ഈശോ നിന്നെ സുഖപ്പെടുത്തും കേട്ടോ. അവൻ കടന്നു വരുന്ന മണിക്കൂറാ. ഇന്നത്തെ ദിവസം നിങ്ങളെ അനുഗ്രഹിച്ചിട്ടല്ലാതെ അവൻ പോകില്ല കേട്ടോ. ദൈവത്തെ നമുക്കൊന്ന് ചേർന്ന് വിളിക്കാം. കരങ്ങൾ ഉയർത്താമോ? കരങ്ങൾ ഉയർത്തി നമ്മൾ യേശുവിനെ വിളിക്കാൻ പോകുക. നമ്മൾ ആരൊക്കെ ഏതൊക്കെ മേഖലയിൽ നമ്മൾ വിളിക്കുന്നുവോ ആ മേഖലയിലേക്ക് ഈശോ കടന്നു വരും. ഈശോ സർവശക്തന. അവൻ ചോദിക്കുന്നു, ഞാൻ സകല മർത്യരുടെയും ദൈവമാണ്, എനിക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? പ്രിയമുള്ളവരെ, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. യെശയ്യാ പ്രവാചന പുസ്തകം 41:10 പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തുമെന്ന്. പ്രിയമുള്ളവരെ, നമ്മളിവിടെ ആയിരിക്കുന്ന, എന്നെ ശ്രവിക്കുന്ന ഓരോ മക്കളും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ദുഃഖിതരാണ്, രോഗികളാണ്, വേദന അനുഭവിക്കുന്നവരാണ്. ഇന്നും നിറവേറ്റപ്പെടാത്ത ആഗ്രഹങ്ങളും മുറിപ്പെടുത്തുന്ന ഓർമ്മകളും ഒറ്റപ്പെടുന്ന അനുഭവങ്ങളുമായിട്ട് കഴിയുന്നവരാ. പ്രിയമുള്ളവരെ, ഈശോ കടന്നു വരുമ്പോൾ ഈശോ എന്നെ സ്വന്തമാക്കിയതുപോലെ നിങ്ങളെയും സ്വന്തമാക്കും. നിങ്ങളുടെ വിടർന്ന കരങ്ങളിൽ നിങ്ങളുടെ എല്ലാ ദുഃഖ ദുരിതങ്ങളും വെച്ചു കൊടുത്തുകൊണ്ട് അവൻ രാജാതിരാജനായിട്ട് എഴുന്നള്ളി വരുന്ന അനുഭവം നമ്മൾ ഓരോരുത്തരും കാണട്ടെ. അവൻ്റെ വലത് കൈയിൽ പിടിച്ചുകൊണ്ട് ഇപ്പോൾ എഴുന്നേറ്റ് നടക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. എത്രമാത്രം സ്വരമുണ്ടോ അത്രമാത്രം സ്വരമുയർത്തി ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ഈശോയെ, എന്നെ ശ്രവിക്കുന്ന എൻ്റെ പൊന്നു മക്കളോട് നീ കരുണ തോന്നണമേ. 123-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, സ്വർഗത്തിൽ വാഴുന്നവനെ, അങ്ങയിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. ദാസന്മാരുടെ കണ്ണുകൾ യജമാനന്റെ കയ്യിലേക്ക് എന്നതുപോലെ
ദാസിമാരുടെ കണ്ണുകൾ സോമിനിയുടെ കയ്യിലേക്ക് എന്നതുപോലെ ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ഞങ്ങളോട് കരുണ തോന്നുവോളം ഞങ്ങൾ അങ്ങയെ നോക്കിക്കൊണ്ടേയിരിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. എന്തെന്നാൽ ഞങ്ങൾ നിന്ദനമേറ്റു മടുത്തു. സുഹാലസരുടെ പരിഹാസവും പീഡിതരുടെ നിന്ദനവുമേറ്റ് തളർന്നിരിക്കുന്നവരാണ്. സ്വർഗത്തിൽ നിന്നും മഞ്ഞ പൊഴിച്ചതുപോലെ എൻ്റെ അനുഗ്രഹത്തിൻ്റെ കലവറ തുറന്ന എൻ്റെ ഈശോയെ, ഈ മക്കളെ നീ തൊടണമേ. യാക്കോബിനെ അനുഗ്രഹിച്ചിട്ടല്ലാതെ പോകില്ല എന്ന് പറഞ്ഞുകൊണ്ട് മൽപ്പിടുത്തം പിടിച്ച യാക്കോബിനെ പോലെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഇവരെ അനുഗ്രഹിച്ചിട്ടല്ലാതെ നീ പോവരുത്. കർത്താവെ, നിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും എന്ന് പറഞ്ഞ ഈശോയെ, എൻ്റെ മക്കളെ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അഭിഷേകത്തിന്റെ ആത്മാവ് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സൗഖ്യത്തിന്റെ ആത്മാവ് നിറയട്ടെ. കടബാധ്യത മൂലം ക്ലേശിക്കുന്നവരുടെ മേൽ സമ്പത്തിന്റെ ആത്മാവ് നിറയട്ടെ. രോഗാവസ്ഥയിൽ കഴിയുന്നവരുടെ മേൽ സൗഖ്യത്തിന്റെ ആത്മാവ് നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ കാറ്റായും എണ്ണയായും തീയായും വെള്ളമായും നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്നവനാണ്. ഇപ്പോൾ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പൊന്നും മോനെ, നിനക്ക് എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ലേ? ഈശോന്റെ കൈയിലൊന്ന് പിടിച്ച്, അവന്റെ കൈ പിടിച്ചൊന്ന് എഴുന്നേറ്റ്. അവനെല്ലാ ഞരമ്പുകൾക്കും ബലം തരുന്നവനാ. അവൻ നിന്റെ അസ്ഥികളെ ഒരുമിപ്പിക്കുന്നവനാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിന്റെ മുൻപില് നിറകണ്ണുകളോടുകൂടി പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈശോ നിങ്ങളെ ഇപ്പോൾ തൊട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവൻ തൊട്ടുകൊണ്ടിരിക്കുക. അവൻ നിങ്ങളുടെ അടുത്തുണ്ട്. ഇപ്പോഴൊന്ന് വിളിച്ച് ഈശോന്റെ കൈ പിടിച്ച് നീ എഴുന്നേറ്റ്. നീ എവിടെയായിരുന്നാലും ഏതവസ്ഥയിലായിരുന്നാലും ഈശോ നിന്നെ തൊടുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, നീ തൊടാതെ പോവരുതേ. സ്വർഗത്തിൽ നിന്നും മഞ്ഞ പൊഴിച്ച അനുഗ്രഹത്തിന്റെ കലവറ തുറന്നുകൊണ്ട് ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നീർത്താഴ്വരകൾ ജീവജലനദിയാക്കുമവൻ, രോഗത്തിൻ ചങ്ങലകൾ മണിവീണയായി തീർക്കുമവൻ, സൗഖ്യം നൽകിയിടുമേ, ബലമണിക്കുമേ, സൗഖ്യം നൽകിയിടുമേ, ബലമണിക്കുമേ, മറമധുരമായി മാറ്റിടുമേ, മറമധുരമായി മാറ്റിടുമേ. ഇരുകരങ്ങളും ഉയർത്തി നമുക്ക് വിളിക്കാം. യേശു അവനാരിലും വലിയവൻ. ഒന്ന് ചേർന്ന് യേശുവിനെ വിളിക്കുന്നു. യേശു, ഓ ജീസസ് മൈ ലോർഡ്. യേശു അവനാരിലും മതിയായവൻ. യേശു, യേശു അവനാരിലും വലിയവൻ. യേശു, യേശു, എന്റെ യേശു, യേശു അവനാരിലും വലിയവൻ. അവനാരിലും മതിയായവൻ. ആമേൻ.
മതിയായ